മലയാളിയായ യുവ സൈനിക ഉദ്യോഗസ്ഥനെ പുനെ സൈനിക ക്യാമ്പിൽ നിന്ന് 5 ദിവസമായി കാണാനില്ലെന്ന് പരാതി. കോഴിക്കോട് പാവങ്ങാട് സ്വദേശി വിഷ്ണുവിനെയാണ് കാണാതായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് വിഷ്ണു അവസാനമായി ഫോണിൽ ബന്ധപ്പെടുന്നതെന്നാണ് കുടുംബം പറയുന്നത്. കണ്ണൂർ എത്തിയിട്ടുള്ളൂ കേട്ടോ. 5:30 ആവും ഇവിടെ എത്താമെങ്കിൽ. ഫോണ് ചാർജ് കുറവാ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ചൊവ്വാഴ്ച പുലർച്ചെ 2:16 വിഷ്ണു അമ്മയ്ക്കൊരു സന്ദേശം അയച്ചു. ഞാൻ വരുന്നുണ്ട്, കണ്ണൂരെത്തി, 5:30 വീട്ടിലെത്തും. പക്ഷേ വൈകിട്ട് 5:30 കഴിഞ്ഞിട്ടും വിഷ്ണുവിനെ കാണാതായതോടെ വീട്ടുകാർ ആശങ്കയിലായി. പൂനെ സൈനിക ക്യാമ്പിൽ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയെന്ന് മാത്രം വിവരം ലഭിച്ചു. 17-ാം തീയതി പുലർച്ചെ 2:16 അമ്മേൻ്റെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് വന്നാണ്. അമ്മേ, ഞാൻ കണ്ണൂർ എത്തിയിട്ടുണ്ട്, 5:05 ആകുമ്പോൾ എത്തുമെന്ന് മാത്രമേ പറഞ്ഞു. വീട്ടിലെത്തുന്ന ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് ട്രെയിനിൽ നിന്നാണോ കയറിയത്, എവിടെ നിന്നാണോ കയറിയത് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കുറേ 5:30 വരെ പ്രതീക്ഷിച്ച് 5:30 ഇങ്ങനെ മണിക്കൂറുകളായി. പിന്നെ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫാണ്. ഈ നിമിഷം വരെ സ്വിച്ച് ഓഫാണ്. MP കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും കൊടുത്തിട്ടുണ്ട്. അത് ആർമീൻ്റെ ഇതിലേക്ക് പരാതി പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും എത്തിയിട്ടില്ല. ഓരോന്നും പറഞ്ഞത് വ്യക്തമായൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പോന്നിട്ടുണ്ട്. എമർജൻസി ലീവ് നോക്കുന്നുണ്ട് പറഞ്ഞിട്ട് കല്യാണം എടുത്തിരിക്കുകയാണ്. അടുത്ത മാസം 11-ാം തീയതി അവൻ്റെ കല്യാണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ചും കൂടെ ലീവ് കൂടുതൽ കിട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ ലീവ് കൈപ്പറ്റിയിട്ടില്ല, വാറണ്ടും കൈപ്പറ്റിയിട്ട് ഇല്ല. പക്ഷേ അവിടുന്ന് ഇറങ്ങിയെന്നുള്ളതാണ് കേൾക്കുന്നത്. പൂനെയിൽ തന്നെയാണ് വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ. വിവാഹത്തിന് അവധിയെടുത്താണ് വിഷ്ണു വീട്ടിലേക്ക് പുറപ്പെട്ടത്. എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ ബോക്സിംഗ് താരമാണ് വിഷ്ണു. സൈന്യത്തിൽ 9 വർഷമായി സേവനമനുഷ്ഠിക്കുന്നു. ഒറീസയിലും അസാമിലും സേവനമനുഷ്ഠിച്ച ശേഷമാണ് വിഷ്ണു പൂനെയിലെത്തുന്നത്. കണ്ണൂർ എത്തിയിട്ടുള്ളൂ കേട്ടോ. 5:05 ആവും ഇവിടെ എത്താമെങ്കിൽ. ഫോണ് ചാർജ് കുറവാ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ.